മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കോഴിക്കോട് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഫാത്തിമ തഹ്ലിയ രംഗത്തെത്തിയിട്ട് ഉളുപ്പില്ലാതെ റിപ്പോർട്ടർ ചാനലിനോട് വിളിച്ചു പറയുന്നുണ്ട്, BJP വോട്ടിൽ ജയിച്ചാൽ രാജിവെക്കും, അവരുടെ പിന്തുണയുള്ള അധികാരം ആഗ്രഹിക്കുന്നില്ല. ഏത് ഫാത്തിമ തഹ്ലിയാണ് ഇത് വിളിച്ചു പറയുന്നത്? മുസ്ലിം ലീഗിന്റെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം, മത പാർട്ടിയുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഫാത്തിമ തഹ്ലിയാണ് പറയുന്നത്, ഓരോ BJP-ക്കാരന്റെയും വോട്ട് വേണ്ട, മതേതര BJP-യുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നത് മത പാർട്ടിയുടെ ഫാത്തിമ തഹ്ലിയ. അല്ല, ഇത് BJP മതേതര പാർട്ടി എന്ന് പറയുമ്പോഴേക്ക് ഒരുപാട് ആളുകൾക്ക് കുരുവിട്ടു. ഇതൊന്നും വെറുതെ പറയല്ല. നമ്മുടെ കേരളത്തിൽ നിന്നാണ് കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യൻ ഉള്ളത്. ഈ ജോർജ് കുര്യൻ ക്രിസ്ത്യൻ മതത്തിൽ നിന്നിട്ടുള്ളതാണ്. ഈ ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് കേന്ദ്രമന്ത്രി പോലുമായിട്ടുള്ള ജോർജ് കുര്യൻ ഏതെങ്കിലും ഒരു സംവരണ സീറ്റിലല്ല BJP-യിൽ കേന്ദ്രമന്ത്രി ഒന്നും ആയത്. അതേസമയം മതപാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗ് എവിടെ മത്സരിക്കുകയാണെങ്കിലും സംവരണ സീറ്റിൽ മാത്രമേ മറ്റു മതക്കാരെ മത്സരിപ്പിക്കാറുള്ളൂ. ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു മത പാർട്ടിയാണ്, പച്ച വർഗീയ പാർട്ടിയാണ്. അതിലൊരു തർക്കമില്ലാത്ത വിഷയമാണ്. ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ BJP-യിലുള്ള ആളുകളെ മനുഷ്യരായിട്ട് പോലും കാണുന്നില്ലേ ഈ പറയുന്ന ഫാത്തിമ തഹ്ലിയൊന്നും? ഇതൊക്കെ വിവേകത്തോടു കൂടി ഓരോ ആളുകളും ചിന്തിക്കണം. ഇവിടെ മുസ്ലിം ലീഗുകാര് കേരളത്തിൽ ഉടനീളം BJP-ക്കാരെ മനുഷ്യരായിട്ട് പോലും കാണുന്നില്ലേ? അവരുടെ വോട്ട് വേണ്ട എന്നാ പറയുന്നത്. അല്ല, ഭാരതീയ ജനതാ പാർട്ടിയാണ് ഈ രാജ്യം അടക്കി ഭരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി അടക്കി ഭരിക്കുന്ന ഈ രാജ്യത്തിന് ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഫാത്തിമ തഹ്ലിയക്കൊന്ന് പോയി തരുമോ? ഇതൊക്കെ ഇത്തരത്തിൽ വിളിച്ചു പറയുന്നത് കൊണ്ട് തിരിച്ചു ചോദിക്കേണ്ടി വരികയാ. മറ്റൊന്ന്, അല്ല, BJP-ക്കാർക്ക് എന്താ ഓളുണ്ടോ? ഈ ഫാത്തിമ തഹ്ലിയക്കൊക്കെ വോട്ട് ചെയ്യുന്ന BJP അങ്ങ് പിരിച്ചുവിടുന്നതല്ലേ നല്ലത്? ആളുകളുടെ ഈ സുഡാപ്പികളെ, ജിഹാദികളെ, ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ പ്രിയ പുത്രിയാവാനുള്ളൊരു നെട്ടോട്ടമല്ലേ ഈ കാണുന്നത്? അവരുടെ വോട്ട് അല്ലെങ്കിലും ഏതെങ്കിലും BJP ആളുകൾ വന്നിട്ട് ഈ പറയുന്ന ഫാത്തിമ ഒരു മത പാർട്ടിക്ക് വോട്ട് ചെയ്യാണോ? ഈ രാജ്യത്തിന്റെ പാരമ്പര്യവും സംസ്കാരവും പൈതൃകവും അഭിമാനത്തിൽ ഉയർത്തിപ്പിടിച്ചിട്ടാണ് ഒരാൾ BJP-ക്കാരനാവുന്നത്. എന്നിട്ട് അവര് പോയിട്ട് ഈ പറയുന്ന മത പാർട്ടിക്ക്, ഈ നാട് കുട്ടിച്ചോറാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ മത പാർട്ടിക്ക് വോട്ട് ചെയ്യേ. പിന്നെ നിന്റെയൊക്കെ ഈ കുഞ്ഞാപ്പയുണ്ടല്ലോ, അതായത് PK കുഞ്ഞാലിക്കുട്ടി, വലിയ സംഭവമാക്കിയിട്ട് BJP-യെ നേരിടാൻ ഇവിടുന്ന് MP ആയിട്ട് ഡൽഹിയിലേക്ക് ഒരു പോക്ക് പോയിരുന്നു. വലിയ സംഭവമായിട്ട് കേരളത്തിൽ ഈ മലബാർ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുമ്പോ BJP അങ്ങ് മലർത്തി അടിക്കാമെന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു നിന്റെ ഈ കുഞ്ഞാപ്പക്ക്. ആ കുഞ്ഞാപ്പ ഡൽഹിയിലെത്തിയ ഒരു കാര്യം മനസ്സിലായി, ഒരു ചെറുവിരൽ പോലും ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ മുസ്ലിം ലീഗിനെ കൊണ്ടൊന്നും അനക്കാൻ സാധിക്കില്ല എന്ന്. എന്നിട്ട് അവിടെ എത്തിയ കുഞ്ഞാപ്പ ഓടിയിട്ടാണ് പിന്നെ തിരിച്ച് കേരളത്തിലേക്ക് വന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു സീറ്റ് എന്ന് പറഞ്ഞ് നിയമസഭയിൽ മത്സരിക്കാൻ എത്തിയത്. കാരണം എന്താ? ഈ മുസ്ലിം ലീഗ് ഒരുമിച്ച് നിന്നാൽ പോലും ഒരു ചുക്കും ഈ പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിരെ ചെയ്യാൻ സാധിക്കൂല എന്ന തിരിച്ചറിവ് നിന്റെയൊക്കെ പാർട്ടിയിലെ കുഞ്ഞാപ്പക്ക് നിന്റെക്കാൾ മുമ്പേ വന്നിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം ഈ തഹ്ലിയക്കൊക്കെ ബോധവും വിവരവും വിവേകവുമുള്ള ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഈ വാർത്തകളൊക്കെ വരുന്ന ഒരു കുറച്ച് വലിയ കമന്റുകളുണ്ട്, ഇവരെ വലിയ സംഭവമാക്കിയിട്ടൊക്കെയുള്ള. ഞാൻ ഒന്ന് രണ്ട് കമന്റ് മറുപടി പറയാതെ മുന്നോട്ട് പോകാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ കമന്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇത് പറയാനുള്ള ചങ്കൂറ്റമുള്ള ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളുമുണ്ട് എന്നത് ലീഗിന്റെ മാത്രമല്ല സമുദായത്തിന്റെ അഭിമാനമാണ്. സംഘികളുടെ വോട്ട് നാണക്കേടായി കാണുന്ന ഒരു തലമുറയെ ലീഗിൽ കാണുന്നതിൽ വലിയ അഭിമാനമുണ്ട്. ഫാത്തിമ തഹ്ലിയക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഈ സംഘികളുടെ വോട്ട് നാണക്കേടായി എന്ന് പറയുന്നത് ഹിന്ദുവിന്റെ വോട്ടാണോ? ലളിതമായിട്ടുള്ള ചോദ്യ. ഈ ജനാധിപത്യത്തിന് ഈ നമ്മുടെ ജനാധിപത്യം എന്നൊക്കെ പറയുന്നത് വായ കൊണ്ട് എന്തെങ്കിലും വിളിച്ചു പറയല്ല, അതിനൊരു മഹത്തുണ്ട്. അതൊരു സുന്ദരമായിട്ട് ലോകത്ത് നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്നതാ. ഈ രാജ്യത്ത് മത്സരിക്കുന്ന, ഈ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ വോട്ട് വേണ്ട എന്നൊക്കെ പറയുന്നത് അത് എത്ര വിവരക്കേടാണെന്നറിയോ? അത് വിവരവും വിവേകവും ഉള്ള ആളുകൾക്കേ അറിയൂ അത് എത്രത്തോളം വലിയ വിവരക്കേടാണ് എന്ന്. ഇവരുടെ ഇത്തരം അണികളെ
സംഘികളെ അടുപ്പിക്കാൻ പറ്റുള്ളൂ, സംസാരിക്കാൻ ഇവരാണ് നമ്മുടെ നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത്. ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു വോട്ടും വേണ്ട, പാർട്ടിയുടെ ആളുകളെ വേണ്ട. അപ്പൊ ഇവരല്ലേ മതവൽക്കരണം നമ്മുടെ നാട്ടിൽ വലിയ രീതിയിൽ ഈ മുസ്ലിം ലീഗ് അല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇത് മതത്തിന്റെ പേരിലുള്ള ഒരു മാറ്റി നിർത്തലും കൂടിയാ. കാരണം എന്താ? മതപാർട്ടിയ. ഈ രാജ്യത്ത് ഒരേ ഒരു മതപാർട്ടിയാണുള്ളത്, ഒരേ ഒരു മതപാർട്ടി മുസ്ലിം ലീഗ്. ആ മതമാണ്, ആ മതവൽക്കരണം നടത്തിയാണ് അവര് മുന്നോട്ട് വന്നത്. മറ്റൊരു കമന്റ് കൂടി ഉണ്ട്, ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. BJP വോട്ട് വേണ്ട എന്ന് പറയാൻ കാണിച്ച ചങ്കൂറ്റം മറ്റെല്ലാവരും കാണിക്കണം. അധികാരത്തിന് വേണ്ടി ആരുടെ വോട്ടും സ്വീകരിക്കും എന്ന് പറയുന്നവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഫാത്തിമ തഹ്ലിയ. ഈ ഫാത്തിമ തഹ്ലിയയെ വലിയ സംഭവമാക്കുന്ന സകലരോടും ഒരു കാര്യം അങ്ങ് വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കാം. മുസ്ലിം ലീഗിന്റെ ഒരു ഉറച്ച കോട്ടയിൽ പോയിട്ട് മത്സരിച്ച് വിജയിക്കുക എന്നൊക്കെ പറയുന്നത് ആർക്കും സാധ്യമാകുന്ന ഒരു സംഭവമല്ലേ? ആ ലീഗ് ഇതിലൊക്കെ ഒരു മതേതരത്തൊക്കെ യഥാർത്ഥത്തിൽ ഉയർത്തിപ്പിടിക്കണമെങ്കിൽ ആ കോട്ടയിൽ മുസ്ലിം ലീഗ് മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തട്ടെ. ഇത് വലിയ സംഭവമാക്കിയിട്ട് മറ്റു മതത്തിലുള്ള സ്ഥാനാർത്ഥി ഒന്നും പറ്റൂല. ഇവരെ പൊക്കിപ്പിടിക്കൂ, എന്നിട്ട് ഇവര് വലിയ സംഭവമാണെന്ന്. ഏത് കുറ്റിച്ചൂല് പോലും കോണി ചിഹ്നത്തിൽ മത്സരിച്ചാൽ വിജയിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഫാത്തിമ തഹ്ലിയ മത്സരിച്ച് വിജയിച്ചു, അത് വലിയ സംഭവമാണെന്ന്. ഒരു സംഭവമല്ല, ബോധവും വിവരമുള്ള എല്ലാ ആളുകൾക്കറിയാം അതൊരു സംഭവമല്ല. അത് വലിയ സംഭവമാക്കിയിട്ട് എന്നിട്ട് ഈ അണികളെ അങ്ങ് ആവേശം കൊള്ളിക്കാൻ ഒരു BJP ഒരു രാഷ്ട്രീയത്തിന്റെ ബാലപാഠം പോലും ഒരു ബോധവും വിവരവും ഇല്ലാത്ത ആളുകളെ, ഏതെങ്കിലും ബോധമുള്ള ആളുകൾ ജനാധിപത്യത്തിൽ മതവിശ്വാസവും മതപൊക്കി പിടിക്കലല്ല, ജനാധിപത്യത്തിൽ ഈ രാജ്യത്തിന്റെ നിയമങ്ങളെ അംഗീകരിക്കുന്ന, ഈ രാജ്യത്തിന്റെ ഐക്യത്തെ അംഗീകരിക്കുന്ന ഏതെങ്കിലും ഒരു ആള് പറയുന്ന ഒരു വാക്കാണോ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു വോട്ട് പോലും വേണ്ട എന്നൊക്കെ? ഈ വോട്ട് പാർട്ടി സംവിധാനങ്ങളൊക്കെ ഉണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിലപ്പുറം വ്യക്തികൾ വിജയിച്ചു വരാറുണ്ട്. എല്ലാ പാർട്ടികളിലെയും ആളുകൾക്ക് ഇഷ്ടമുള്ള നരേന്ദ്രമോദിയെ ഈ പറയുന്ന മുസ്ലിം ലീഗിലോ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അതൊരു യാഥാർത്ഥ്യ. ഈ പറയുന്ന കോൺഗ്രസില് CPM-ലൊക്കെ നരേന്ദ്രമോദി ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. നരേന്ദ്രമോദി ഈ പറയുന്ന ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അതാണ് ജനാധിപത്യത്തിന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കാറുണ്ട്. എല്ലാവരെയും ഒരുപോലെ കാണാൻ, ഇവിടെ ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നരേന്ദ്രമോദി സംവിധാനങ്ങളാ. ആ നരേന്ദ്രമോദി സംവിധാനങ്ങൾക്കെതിരെ മതം പറഞ്ഞ് നാട്ടിൽ കുട്ടിച്ചോറയാക്കി ഈ മലബാർ പാർട്ടി ഉണ്ടല്ലോ, മലബാറിലെ ഈർക്കൽ പാർട്ടി ആയിട്ടുള്ള ഇവന്മാരുടെ ഒരു വിചാരം വലിയ എന്തോ സംഭവമാണെന്ന്. നിങ്ങളുടെ കുഞ്ഞാപ്പക്ക് പോലും, നിങ്ങളുടെ PK കുഞ്ഞാലിക്കുട്ടിക്ക് അപ്പുറം നേതാവ് ഏതായാലും മുസ്ലിം ലീഗിൽ ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ? ആ PK കുഞ്ഞാലിക്കുട്ടി വണ്ടി പിടിച്ച് ഡൽഹിയിലെത്തിയ സമയത്ത് BJPയുടെ ഒരു വലിപ്പം മനസ്സിലാക്കിയിട്ട് ആദ്യം കിട്ടിയ വണ്ടിക്ക് തിരിച്ചു ഓടിയിട്ടാണ് മലബാറിലേക്ക് എത്തിയിട്ടുള്ളത്. പിന്നീട് ഇവിടെ നിയമസഭയിൽ മത്സരിച്ച് BJPക്കെതിരെ പറയുന്നതൊക്കെ അടക്കി പിടിച്ച് എന്താണ് BJP എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഫാത്തിമ തഹ്ലിയ ഒരു ടൂറൊക്കെ പോകണം, രാജ്യം മൊത്തം എത്രത്തോളം ഉണ്ട് ഈ രാജ്യത്തിന്റെ വലുപ്പം, ഈ രാജ്യമൊക്കെ അടക്കി ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്നുള്ളതൊക്കെ ഒന്ന് ഫാത്തിമ തഹ്ലിയക്ക് ഒന്ന് മനസ്സിലാക്കുക. പിന്നെ മനുഷ്യരായിട്ട് കാണാൻ ഏറ്റവും അടിസ്ഥാനമാണ് എല്ലാ ആളുകളെയും മനുഷ്യരായിട്ട് കാണാൻ എല്ലാവരും ഒരുപോലെ പോകണം. അല്ലാതെ BJP ആളുകളൊക്കെ മോശമാണ്, മറ്റു ആളുകളൊക്കെ ആ ഒരു ചിന്ത ഈ മതപാർട്ടി കാരണം ഇവിടെ വലിയ വർഗീയതയുണ്ട്. ഈ മതവുമായി ബന്ധപ്പെട്ട ആളുകളും ഇത്തരം വിവരക്കേട് വിളിച്ചു പറയുന്ന ആളുകളെ വിശ്വസിച്ച് അതും ഉയർത്തിപ്പിടിച്ച് നടക്കും. അതാണ് ഇവിടെ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ട് ഈ പച്ച വർഗീയ പാർട്ടി, ഈ മുസ്ലിം ലീഗൊക്കെ നമ്മുടെ നാട്ടിൽ വലിയ രീതിയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക.